ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് പോകണേ കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കരച്ചില്ല കേട്ടോ. ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കാലത്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പാറുവിനെ ഒരുക്കിയിട്ടുണ്ട്. പാറുവിന് ഇത് വിഷുക്കോടി കിട്ടിയതാണ് കേട്ടോ, എൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാറു സിബായൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോണത് ഗൈസ്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ വൈകുന്നേരം പോകുമ്പോഴാണ് ബീച്ചിലൊക്കെ പോക്കൊരു വൈബുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് വെച്ച് അങ്ങനെ നമ്മൾ ബോൾഗാട്ടി ഫുഡ് കോർട്ട് എന്നൊരു ഫുഡ് കോർട്ടിൽ കയറിയിട്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് എന്തോ ഒരു സംഭവം വാങ്ങിക്കാറുണ്ട്. നമ്മുടെ KFC പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ചിക്കൻ്റെ വിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. KFCനേക്കാളും സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് മയണൈസും കിട്ടാനില്ല. അപ്പോൾ 4 പീസാണ് കേട്ടോ, 120 രൂപയ്ക്ക് 4 പീസ് ചിക്കൻ്റെ പീസ് ഉണ്ടാവും കേട്ടോ. ശരിക്കും KFCയുടെ തന്നെ ആ ഒരു ചിക്കൻ്റെ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഇതിന് മുമ്പ് KFCയുടെ തിന്നെങ്കിലും എനിക്ക് അതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. വയറൊന്നും അറിയും കേട്ടോ. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. 120 രൂപയ്ക്ക്. അങ്ങനെ നമ്മൾ ചെങ്കാറ് കയറാൻ വേണ്ടി വൈപ്പിൻ ഭാഗത്തോട്ട് വന്നാക്കിയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ സൺഡേ ആണ് പോണതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ഒരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജങ്കാറൊക്കെ കയറി നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട്, അപ്പോൾ നമ്മൾ എറണാകുളം വഴിയാണ് വന്നത്. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ അപ്പുറത്തെത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ പാറൂസിന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ പാറൂസിന് ചെരുപ്പില്ല കേട്ടോ. നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ചെരുപ്പ് എടുക്കാൻ മറന്നു. അതുകൊണ്ട് പാറുവിന് നടത്താനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്നു. അപ്പോൾ എന്തൊക്കെ കാണിച്ച് പാർക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ബീച്ച് സൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ ഗോവയിൽ പോയ പോലെയൊക്കെ തന്നെ ഫോട്ടോ വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ ഈ ബീച്ചിൻ്റെ വൈബിൻ്റേതായ അനുസരിച്ചുള്ള കുറച്ച് എന്താ പറയുക, നമുക്ക് കാറിലും ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സൈസ് ഈ ശംഖ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ഇതിനെന്ത് പറയണതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മാതിരി ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ടിസ്പെക്സ് പറഞ്ഞാൽ അല്ലുവിനും വാങ്ങിച്ചു, പറഞ്ഞാൽ പാറുവിനും വാങ്ങിച്ചു. പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ അത് കിട്ടാൻ ഭയങ്കര ഇത്, അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു ഗൈസ്. അപ്പോൾ ആവശ്യത്തിന് നല്ല കടകളൊക്കെ കണ്ടിട്ട്. പിന്നെ ഈ മരം സൈഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയില്ല. നമ്മൾ പാർക്ക് ചെയ്തോർത്തത് നടന്ന് വന്ന വഴിയാണ്. അപ്പോൾ അധികം വെയിലൊന്നും ഇല്ല, നിറച്ച് മരങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെ ഞാൻ ഗോവയിൽ ഒന്ന് കണ്ടായിരുന്നിട്ട് പിന്നെ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വാങ്ങിച്ചു ഇല്ല കേട്ടോ. പിന്നെ ഈ ബുദ്ധൻ്റെയൊക്കെ സ്റ്റാച്ചു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടും കേട്ടോ. ചേട്ടൻ കുറേ വാങ്ങിക്കണുണ്ടായിരുന്നു അവന് കാറിൽ വെക്കാനൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ പാതയിൽ കൂടെ നടക്കേണ്ട. അപ്പോൾ ബീച്ചിൻ്റെ ആ ഒരു വഴിയല്ല, പിന്നെ നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ ഉള്ളൊരു വഴിയുണ്ടല്ലോ. ആ വഴിയിലൊക്കെ കുറച്ച് കടകളുണ്ട്. ഞങ്ങൾ ചുമ്മാ കടയിലൊക്കെ കയറി ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ടൊക്കെയാണ് നടക്കണം. പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നായിട്ട്. അപ്പോൾ പാറൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കന്നഡ. ആൾക്ക് കന്നഡ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കന്നഡ വെച്ചിട്ടുള്ള കുറച്ച് ആക്ഷനുകൾ. അപ്പോൾ ബീച്ചിൻ്റെ അങ്ങാട് നോക്കുമ്പോൾ പൊതിഞ്ഞ വെയിലാണ് കേട്ടോ. ഒരാളും ബീച്ചിലോട്ടൊന്നും ഇറങ്ങണില്ല. അവരിങ്ങനെ കടയിലൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങളതിൽ പോണ വഴിക്ക് ഓരോരോ കടകളൊക്കെ കണ്ട്. പിന്നെ അവിടെ ഒരു റായ ഉണ്ടായിരുന്നു. പക്ഷേ 50 രൂപ അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആ സ്പെക്സിന് 50 രൂപ തന്നെയായിരുന്നു. അത് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ റായ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. വാങ്ങിക്കുമ്പോൾ ഒരാൾക്കായിട്ട് വാങ്ങിക്കാനും പറ്റില്ല, 2 പേർ കൂടി വാങ്ങിക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സോഫ്റ്റ് നൂല് പോലെ, സോഫ്റ്റ് നൂലല്ല, നമ്മുടെ ഈ തൂവൽ പോലെയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. പക്ഷേ വെയിലായതുകൊണ്ട് പിന്നെ പിള്ളേർ ഒറ്റയ്ക്ക് സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അധികം ആ ഭാഗത്തോട്ടൊന്നും പോയില്ല കേട്ടോ, വെയിലൊക്കെ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ പോണ നേരത്ത് പാർക്ക് കണ്ടായിരുന്നു കേട്ടോ. അവിടെ പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പാറൂസും അല്ലും കൂടി അവിടെ കയറി നിന്ന് കുറച്ച് നേരം ഞാൻ കറക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാറുവിന് അതേപോലെ കയറിയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ കയറാനായിരുന്നു കേട്ടോ വാശി. അതിൽ കയറാൻ തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് മാറണുണ്ടായിരുന്നില്ല ഗൈസ്. എനിക്കങ്ങോട്ട് ഭ്രാന്ത് കയറി. കാരണം കയറിപ്പോവാ ഒഴുകി കയറിപ്പോവാ ഒഴുകി ഇറങ്ങുക. നല്ല വെയിലുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു മരമുള്ള സ്ഥലത്തൊക്കെ തണലുണ്ട് കണ്ടത്. ഇതേപോലെ കയറിപ്പോയി ഇറങ്ങി വരാം, കയറിപ്പോവാ ഇറങ്ങി വരാം. ഇതിലൊന്നും അവർക്ക് ഇരിക്കേണ്ട കേട്ടോ. ഇതിൽ പിടിച്ച് ചേച്ചിലൊക്കെ ഇരുത്താൻ നോക്കിയിട്ട് ഒന്നും അവർക്ക് ഇരിക്കേണ്ട. അതിന് വേണ്ടിയുള്ള കരച്ചിലാണ്ടത്. ആ സ്ലൈഡിൽ കൂടെ ഇറങ്ങാൻ വേണ്ടിയുള്ള കരച്ചിലാണ് ആ കാണുന്നത്. അങ്ങനെ അതെ പിന്നെ ചേച്ചി പനിയത്തും കൂടി ഒരുമിച്ച് വന്ന് സ്ലൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി. ഒന്നും പറയണ്ട, പിള്ളേരും കൂടെ നമുക്ക് ഇറങ്ങിയ ഒരുവിധ അവശതയാവും ഗൈസ്. വേറെ ഒന്നുമല്ല, നമുക്ക് 2 പേരെ മേക്കുണ്ട്. 2 പേരും ഒന്ന് അങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഇത് നല്ല വാശിയുണ്ട്. അപ്പോൾ പോകാൻ നേരത്തെ ഞാൻ അവിടെ നിന്ന് ഇറക്കിയതിനാണ് ആ വാശി കരച്ചിലൊക്കെ. അപ്പോൾ നമ്മൾ ഫേവറേറ്റ് എടുത്ത സ്ഥലമുണ്ട്, ആ സൈഡിൽ കാണുന്ന ഓൾഡ് ഹാർബറൊക്കെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും ജങ്കാറിലോട്ട് കയറാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് നേരം ക്യൂ നിന്നിട്ട് ജങ്കാറിൽ കയറാനായിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ
തിരിച്ച് വീട്ടിലോട്ട് പോണ കാഴ്ചയുണ്ട്. നല്ല രസമുണ്ട് എറണാകുളത്തുനിന്ന് ഇതേപോലെ ബോട്ടൊക്കെ പോണ കാണാനായിട്ട്. കോഴിക്കോട് പിന്നെ പോണ വഴിക്ക് നമ്മൾ മീനിൻ്റെ ഒരു സംഭവം വെച്ചു. പക്ഷേ ഇതത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നുമില്ല. നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു കേട്ടോ മീൻ ഗ്രില്ലടിച്ചത്. എനിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ചിക്കൻ്റെ സംഭവം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. 4 പീസും അതിൻ്റെ ഒപ്പം മയണൈസും ഗുബൂസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗുബൂസ് എനിക്ക് തോന്നുന്നത് മീൻ ഗ്രില്ലിനാണ് കിട്ടിയെന്ന് തോന്നണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയെന്ന് അറിയില്ല. നമുക്ക് വയറ് നിറയാൻ അത്രയും മതി ഗൈസ്. ഇതൊക്കെ അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. പിന്നെ ആ തുണി കണ്ടിട്ടായിരുന്നു ഒന്നും തോന്നണ്ട, ഞാൻ ചുമ്മാ ഒന്ന് തുടയ്ക്കാൻ എടുത്തതാണ്. അങ്ങനെ അതെ ചിക്കൻ്റെ സൂപ്പറാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല വീട്ടിലോട്ട് ഇപ്പോൾ ഇവിടെ